വെൽക്കം ബാക്ക് ടു മൊമെന്റ്സ് വെയർ ഐ ലീവ്. നമ്മുടെ ബുക്ക് പ്രൊവോക്കിംഗ് തോട്ട്സ് എന്ന സീരീസിലെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് പറഞ്ഞിരിക്കുന്ന രവീന്ദ്ര സിംഗിൻ്റെ യുവർ ഡ്രീംസ് ആർ മൈൻ നൗ എന്ന ബുക്കിൽ നിന്നുമാണ് അടുത്തൊരു തോട്ട്. സോ തോട്ട് വന്നിട്ട്, there are moments when we conveniently ignore the logic just because it works for us. അപ്പോൾ ഈ തോട്ട് എനിക്ക് ആക്ച്വലി കുറേ ദിവസം ഞാൻ തലപോഞ്ഞ് ആലോചിച്ചു, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് കൃത്യമായി ഞാൻ ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്കിതെല്ലാം വേറൊരു അഭിപ്രായമാണ് ഈ പറയുന്ന തോട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അത് പറയാം. അങ്ങനെയല്ലേ നമുക്ക് ചിന്തകളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില സമയത്ത് നമ്മുടെ ലോജിക്ക് നമ്മൾ വിട്ടുകളയും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമാധാനം നേടിയെടുക്കാനോ ഒരു സന്തോഷം നേടിയെടുക്കാനോ വേണ്ടിയിട്ടായിരിക്കാം. അതായത് ചിലപ്പോഴൊക്കെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം താല്പര്യമൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ യുക്തി നിന്ന് മാറ്റി വെക്കുന്നു. അത് മാറ്റി വെക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് വർക്കൗട്ട് ആവുള്ളൂ, ആ ഒരു പർട്ടിക്കുലർ കാര്യം. ഇപ്പോൾ യുക്തി എന്താ സാധാരണ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒച്ച കേൾക്കുമോ, അതായത് ഈ ബാധ കയറുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വീട്ടിലങ്ങനെ എന്തെങ്കിലും വിഷയമോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുക ആണെങ്കിൽ, ഹിന്ദുസ് എന്തെങ്കിലും ഹോമങ്ങളൊക്കെ നടത്തുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ വെഞ്ചരിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. സോ അതിൽ ആക്ച്വലി എന്തെങ്കിലും യുക്തിപരമായ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും അതിനകത്ത് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും അത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് മാറുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നൊന്നുമില്ല. നമ്മൾ ആക്ച്വലി ഒരു സമാധാനമാണ് അവിടെ നേടുന്നത്. ഈ പറയുന്ന സംഭവം ഹോമം ആണെങ്കിലും പൂജയാണെങ്കിലും വെഞ്ചരിപ്പൊക്കെ ആണെങ്കിലും അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ലോജിക്കിനെ കൺവീനിയൻ്റ്ലി ഇഗ്നോർ ചെയ്യുകയാണ്. വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല, മനസ്സിനാണ് ഇമ്പോർട്ടൻസ്, നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലോജിക്കലി പിടിച്ചേക്കാം. പക്ഷേ ചില സമയത്ത് എത്ര ഒക്കെ ലോജിക്ക് വിവാദത്തിൽ ഉറച്ചിരിക്കുന്ന ആളാണെങ്കിലും ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ മാറിപ്പോകാനൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. എല്ലാവരും അല്ല, ചിലരെങ്കിലും. അപ്പോൾ അങ്ങനെ ആ മാറിപ്പോകുന്നത് നമുക്ക് ക്ലിയർലി ഈ പറയുന്ന ഒരു തോട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നം വീട്ടിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഈ പറയുന്ന ബാധ കയറുന്ന അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മളൊന്നെങ്കിൽ കൊണ്ടുപോയി അവരെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വഴിപാട് നേരുകയോ ഒക്കെ ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന സംഭവം മാറിപ്പോകും എന്നൊരു വിശ്വാസത്തിന് പുറത്തല്ലേ. ലോജിക്കലി ചിന്തിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ആക്ച്വലി ഒന്നും ഇല്ല. പക്ഷേ നമ്മളപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തിനാണ്? നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എല്ലാം ശരിയാവും എന്ന് ഓൾറെഡി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളൊരു തറക്കലിടുന്നുണ്ടല്ലോ. അത് നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ കൺവീനിയൻ്റ്ലി ഇഗ്നോറിങ് ദ ലോജിക് ബിക്കോസ് ഇറ്റ് വർക്ക് ഫോർ അസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ. അപ്പോൾ ആർക്കെങ്കിലും ഒരു ചോദ്യം വരാം, അപ്പോൾ നമ്മൾ ലോജിക്ക് കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യണം, ലോജിക്കലി മാത്രമേ ചിന്തിക്കാവുള്ളൂ എന്നാണോ, അതോ ലോജിക്കലി ചിന്തിക്കാനേ പാടില്ല എന്നാണോ എന്നൊരു ചോദ്യം വരാം. സോ ആർക്ക് എനിക്കുള്ളൊരു റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോജിക്കലി മാത്രം ലൈഫിലെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ ശരിക്കും ബോറടിക്കത്തില്ലേ? കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല സംഭവങ്ങളും നമുക്ക് തന്നെ അറിയാതെ ഇല്ലോജിക്കലായിട്ട് നടക്കണം. ലോജിക്ക് മാത്രമേ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ എൻ്റെ ലൈഫിൽ സംഭവിക്കാവുള്ളൂ എന്ന് നമ്മൾ വാശി പിടിച്ചാൽ പോലും പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയോ അല്ലെങ്കിൽ വിധിയോ ഈ പറയുന്ന ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. സോ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ. ലൈഫ് ഫുള്ളാട്ടോ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ഭൂതവും വർത്തമാനമൊക്കെ വെച്ചിട്ട്. ശരിയാണ്. അപ്പോൾ അതല്ലാതെ കംപ്ലീറ്റ് ലൈഫ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഈ പറയുന്ന 2025 തൊട്ട് 35 വരെയുള്ള സമയത്തിൻ്റെ കാര്യങ്ങൾ എത്ര ലോജിക്കലിയാണ് സംഭവിക്കാൻ പോകുന്നതൊന്നും നമുക്ക് ഒരിക്കലും അത് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ലോജിക്കലി നമ്മൾ ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ പോയാൽ കുറേ ഫാക്ട് ബേസിൽ നമ്മൾ ജീവിക്കും. പിന്നെ ഈ പറയുന്ന പോലെ സമാധാനം എനിക്ക് തോന്നുന്നത് ഈ ലോജിക്കലിനേക്കാളും കൂടുതൽ ഈ പറയുന്ന ലോജിക്കലി ചിന്തിക്കുമ്പോഴാണെന്നാണ്. പക്ഷേ അത് മാത്രമായി കഴിഞ്ഞാൽ ലൈഫ് ബോറിക്കും, എനിക്ക് ഉറപ്പാണ്. ഞാനങ്ങനെ കുറച്ച് നാൾ ലോജിക്ക് മാത്രം വെച്ച് ജീവിച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് അത് ഭയങ്കര ബോറടിയാണ്. കുറച്ചൊക്കെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടെ വന്നാലേ ഒരു ത്രില്ലുണ്ടാവുള്ളൂ ലൈഫിൽ. സോ അപ്പോൾ കംപ്ലീറ്റ് ഇല്ലോജിക്കലാവണോ എന്നുള്ളവർക്ക് ഉള്ള മറുപടി, ആണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി, ഒരിക്കലും അവരത് നിങ്ങൾ കുറച്ചെങ്കിലും ലൈഫിൽ ലോജിക്ക് വെക്കണം, എന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് ലോജിക്കൊക്കെ ആയിട്ട് മാത്രം ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കാൾ വലിയ പ്രാന്ത് വരാൻ വേറെ ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ മിക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് എന്തുകൊണ്ടും അടിപൊളിയായിരിക്കും. ബാക്കി ഇതിലേതെങ്കിലും ഒന്നിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെയും ചോദ്യം വരാം, നമ്മൾ ഈ ലോജിക്ക് കൺവീനിയൻ്റ്ലി ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ആ എടുത്ത തീരുമാനത്തിൽ ഹാപ്പി ആയിരിക്കും. അതും പറയാൻ പറ്റത്തില്ല. ഒരു സിനിമയിൽ ഞാൻ കേട്ട ഡയലോഗാണ്, ഇന്നത്തെ ശരി നാളത്തെ തെറ്റാവാം, നാളത്തെ തെറ്റ് ഇന്നത്തെ ശരിയാകാം. സോ അതുപോലെ നമ്മൾ ഇങ്ങനെ ലോജിക്ക് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ലോജിക്ക് മാറ്റി വെച്ചിട്ടെടുക്കുന്ന ഒരു ഡിസിഷൻ ഒരിക്കലും നാളെ ശരിയാവണമെന്നില്ല. നാളെ നമ്മൾ ആദ്യം ദൈവമേ എന്ത് വലിയൊരു മണ്ടത്തരം ഞാനൊന്ന് കാണിച്ചേ, കുറച്ചെങ്കിലും ലോജിക്ക് വെച്ച് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ തന്നെ വിചാരിച്ചു പോകും. പക്ഷേ നമ്മൾ ഈ ഇല്ലോജിക്കൽ മാറ്റി വെച്ച് ലോജിക്കലിയാണ് ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ കാറ്റഗറി പറഞ്ഞ പോലെ അത്രയും നമുക്ക് തോന്നാൻ സാധ്യത കുറവാണ് പൊതുവിൽ. ഇൻ ഷോർട്ട്, നമ്മൾ നമ്മുടെ ലോജിക്ക് മാറ്റി വെച്ച് ലോജിക്കലായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം നാളെ തെറ്റായിരുന്നു, ലോജിക്കലി ചിന്തിച്ചാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യത
എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും സാധ്യത ഏകദേശം ഒരു 95% ഉണ്ടാകും.